ഇത് പാർക്കൊന്നുമല്ല ഗൈസ്, ഇതൊരു ഷാപ്പാണ്. ഷാപ്പ് പറഞ്ഞാൽ വിശ്വസിക്കോ? അതാണ് എനിക്കും ആദ്യം വിശ്വാസം വന്നില്ല കേട്ടോ. ഇതെവിടെയാണെന്നറിയോ? നമ്മൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് കുമരകം പോകുന്ന റൂട്ടിൽ ഉള്ള പൂത്തോട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ഷാപ്പ്. വഴിയിലൊരു ചേട്ടൻ ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് എന്നാൽ പിന്നെ ഊണ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. എന്നാൽ കണ്ടപ്പോൾ അടിപൊളി. ഇതേ പുറത്തേക്കാണ് പോണത്, ഒരു കായൽ സൈഡാണ്. ഇതിങ്ങനെ നടന്ന് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു 3 കുടിലുകളുണ്ട് അവിടെ. അതും ഈ മുളയൊക്കെ വെച്ചിട്ടുള്ള കുടിലാണ്. മുളം കുടിലെന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ, ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അതിൻ്റെ അകത്ത് ലൈറ്റ്സ് ഒക്കെ കണ്ടോ? അവിടെ പേരൊക്കെ എഴുതി വെച്ചേക്കുന്ന കണ്ടോ നിങ്ങൾ? അവിടെ പേരൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. ഈ ഒരു ഏരിയ കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. ഇവിടെയും അത്യാവശ്യം ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റും. ഗ്രൂപ്പ് ഓഫ് ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാനൊക്കെ പറ്റും. ഇവിടെ നോക്ക്, കായലിലാണെങ്കിൽ ഇതേ വെള്ളവും ബോട്ടും ഒക്കെ കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടിംഗ് സർവീസൊക്കെ അവൈലബിൾ ആണ്. അത് അവരുടേതല്ല, അല്ലാണ്ട് പ്രൈവറ്റായിട്ട് വേറെ ഉണ്ട്. അവിടെ ഒരു ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കായലിൻ്റെ സൈഡിലാകുമ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇതേ ഈ ഒരു കോട്ടേജിൽ നമ്മളിവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ഇരുന്നത്, ഈ ഏരിയയിലായിരുന്നു ഇരുന്നത്. അത് പുഴയോരം എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. എല്ലാത്തിനും ഓരോ പേരുണ്ട്. ഇതിനാണെങ്കിൽ പുഴയോരം എന്നാണ് പേര്. മുളങ്കുടിലും മുളയോലയല്ല, തെങ്ങോലയാണ് ഗൈസ്. നമ്മുടെ പഴയ കാലത്തെ പോലെ തെങ്ങോലയൊക്കെ വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ മേഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ലൈറ്റിൻ്റെ ഹോൾഡറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നൈറ്റ് വ്യൂ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഈ കായലിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ അത് രസമായിരിക്കും. ആ ഫാനൊക്കെ ഉണ്ട്, അതുപോലെ സ്വിച്ച് ബോർഡും എല്ലാം വെച്ചിട്ട്. അത് ഇതിനേക്കാളൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ക്ലീനാണ്. അവരുടെ ഹൈജീൻ ആയിട്ടുള്ള സ്പേസാണത്. നല്ല രസമാണ്. മീൻസ് നമുക്കവിടെ പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഷാപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫുഡൊക്കെ ആയിട്ട് വരുന്നുണ്ടോ ചേട്ടൻ? നമുക്കുള്ള ഫുഡാണ് കേട്ടോ. അതിൽ കള്ളൊക്കെ ഉണ്ട്, കുടത്തിൽ കള്ളൊക്കെ ഉണ്ട്. കള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്തിരിക്കള്ളാണ്. കപ്പയും സാധാരണ ഷാപ്പുകളിൽ നിന്ന് നമുക്ക് കപ്പ കിട്ടുക പുട്ട് പോലെയൊക്കെ ഇരിക്കും. പക്ഷേ ഇത് കുറച്ചുകൂടി കുഴഞ്ഞ്, എനിക്ക് ഈ ടൈപ്പ് കപ്പയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നല്ല കുഴഞ്ഞിട്ടുള്ള കപ്പയും. ഇത് നമ്മുടെ മറ്റേ പൊടിമീനാണ്. പൊടിമീൻ എന്താ പറയുക, കൊഴുവയെന്ന് പറയും. പിന്നെ ഇത് തലയും ഒക്കെയാണ്. തലയുണ്ട്, മീനും ഉണ്ട്, ചേർത്തിട്ടുള്ള കഷ്ണമാണ്. അതായത് ഈ പൂമീൻ എന്ന് പറഞ്ഞിട്ടുള്ള മീനാണത്. നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട്. നല്ല കുറച്ച് മുള്ളുണ്ട്, ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ മുള്ള് തൊണ്ടയിൽ കുടുങ്ങി ചാവും. കക്ക ഇറച്ചിയുണ്ട്. പിന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് ടേസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളി സാധനമായിരുന്നു. കാരണം സാധാരണ പോലെയൊന്നുമല്ല, നല്ല പുളിയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടുള്ള മീൻകറി ആയിരുന്നു കേട്ടോ. ഊണാണ് വരുന്നത്. അപ്പോൾ ഊണ് വരുന്നുണ്ട്, ഊണ് പിന്നാലെ വരുന്നുണ്ട്. ചേട്ടൻ ഊണൊക്കെ എടുത്ത് വരുന്നുണ്ട്. അതെ, ആ ഒരു ബേസിനിലുള്ള ചോറ് മുഴുവൻ നമുക്കുള്ളതാണ്. നമുക്ക് അങ്ങനെ തന്നെ